നമസ്കാരം. നമ്മുടെ കൂടെ അനിൽകുമാർ CPM സംസ്ഥാന ഭാരവാഹിയാണ് ഉള്ളത്. മുൻ മേയറാണ്. സാർ സ്വാഗതം. നമ്മുടെ നിലവിലെ ഒരു സാഹചര്യത്തിൽ ഭയങ്കരമായിട്ട് വാസ്തവങ്ങളെ ഇങ്ങനെ തലതിരിച്ചു മാറ്റുന്ന ഒരു രീതി വലിയ രീതിയിൽ പ്രതിപക്ഷത്തു നിന്ന് വരുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം ഇപ്പോൾ പുതുയുഗയാത്ര, അതിൻ്റെ വേദികൾ എല്ലാം അത്തരത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലേക്ക് നമ്മളൊന്ന് പോയാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊച്ചിയിലുണ്ടായ ഒരു തിരിച്ചടി, അതിൻ്റെ ഒരു യഥാർത്ഥ വാസ്തവത്തെ എത്രമാത്രം മാറ്റിയെടുക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതിൻ്റെ എങ്ങനെ നോക്കിക്കാണുന്നു സാറേ? അല്ല, അതിൽ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. കൊച്ചി നഗരസഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തെ സംബന്ധിച്ച് ഞങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത് കൊച്ചി നഗരസഭയുടെ പ്രവർത്തനം വളരെ നല്ലതായിരുന്നു. അത് നമ്മൾ പാർട്ടി പറയുന്നത് മാത്രമല്ല, പൊതുവിൽ മാധ്യമങ്ങളും പുറത്ത് പൊതുജനങ്ങളും അവരങ്ങനെ നഗരസഭാ ഭരണം മോശമായി എതിർത്ത് വോട്ട് ചെയ്തു എന്നല്ല ഞങ്ങൾ മനസ്സിലാക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും നടന്നത്. ഒന്ന്, ഞങ്ങളുടെ മുഴുവൻ വികസന നേട്ടങ്ങളും ഞങ്ങൾ ശരിക്കും തെരഞ്ഞെടുപ്പിന് മുമ്പ് കോർപ്പറേഷൻ തന്നെ ഒരു ബുക്ക് അടിച്ച് വീടുകളിൽ കൊടുക്കാൻ തീരുമാനിച്ചിരുന്നു. അപ്പം അതിൽ സംഭവിച്ച ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരുപക്ഷെ പള്ളുരുത്തി പോലൊരു മേഖലയിൽ എത്തുന്നത് പോലെ, കൊച്ചി പോലൊരു ഗ്രാമീണ മേഖലയിൽ എത്തുന്നത് പോലെ എറണാകുളം നഗരത്തിൽ അത് എല്ലായിടത്തും എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അതാണ് നിങ്ങൾ ആ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് നോക്കി അറിയാം. പള്ളുരുത്തിയിലെ 11 സീറ്റിൽ 9 സീറ്റിലും LDF ജയിച്ചു. LDF മിഷണറി തന്നെ പരാജയപ്പെട്ടു. LDF മിഷണറിയിൽ പരാജയപ്പെട്ടെന്ന് പറഞ്ഞാൽ LDF മിഷണറിയിൽ ധാരാളം പോരായ്മകൾ ഉണ്ടായിരുന്നു. അത് കേവലമായി കൊച്ചി നഗരത്തിൽ മാത്രം സംഭവിച്ചൊരു കാര്യമല്ല. കേരളത്തിൽ തന്നെ സംഘടനാപരമായി ഞങ്ങൾക്ക് അക്കാര്യത്തിൽ പരിഹരിക്കപ്പെടേണ്ടതായ ധാരാളം പ്രശ്നങ്ങളുണ്ട് എന്നാണ് സംസ്ഥാന കമ്മിറ്റി തന്നെ ചർച്ച ചെയ്ത് പുറത്തിറക്കിയ നമ്മുടെ റിവ്യൂ റിപ്പോർട്ട് താഴെ വരെ റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ വീടുകളുമായിട്ടുള്ള ബന്ധം, അതുകൊണ്ടാണ് ഈ മാധ്യമങ്ങളുടെ പെനട്രേഷൻ അതിലൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മുടെ സംഘടനാ പ്രശ്നം മാത്രമല്ല, മാധ്യമ സ്വാധീനം ഏറ്റവും നന്നായി നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പം അവിടെ സ്വാഭാവികമായും അവിടെ മാധ്യമങ്ങൾ നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ തെറ്റായ വാർത്തകളെ പ്രാമുഖ്യത്തോടു കൂടി അവതരിപ്പിക്കുമ്പോൾ വരുന്ന തിരിച്ചടിയുണ്ട്. ആ തിരിച്ചടിയെ പരിഹരിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മൾ മാധ്യമങ്ങളുടെ മുമ്പേ സഞ്ചരിക്കണം. അതിന് സോഷ്യൽ മീഡിയ പ്രധാനമാണ്. വീടുകളുമായിട്ടുള്ള ബന്ധം വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് നമ്മൾ വീടുകൾ കയറുകയും ആളുകളോട് സംസാരിക്കാനും തീരുമാനിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഇത്രയും നമ്മൾ മുമ്പോട്ട് പോയിരുന്നു. നിയമസഭാ പടിവാതിക്കൽ നിലവിലെ മിഷണറി ഈ പോരായ്മകളൊക്കെ പരിഹരിച്ചാണോ പോകുന്നത്? അങ്ങനെയാണല്ലോ. അതായത് നമ്മളൊരു തവണ തിരിച്ചടി ഉണ്ടായി കഴിയുമ്പോൾ, ഇപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമുക്ക് തിരിച്ചടി ഉണ്ടായി. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ തിരിച്ചടി പരിഹരിക്കാൻ കഴിയുന്ന നിലയിലാണ് ഞങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിനെ കണ്ടത്. അതിൽ രാഷ്ട്രീയ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇതിലും ഉണ്ട് കേട്ടോ, ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ഉണ്ട്. അപ്പൊ നമ്മൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും കൂടി ഒന്ന് താരതമ്യം ചെയ്ത് നോക്കി. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേവലം 3-4 സീറ്റിലാണ്, അതായത് 2 അക്കത്തിലേക്ക് പോലും കടന്നിരുന്നില്ല. തൊട്ടടുത്ത് BJP ഉണ്ട്, 100 സീറ്റിൽ കൂടുതൽ, വലിയ 110 120 സീറ്റിലോ മറ്റോ ആണ് അന്ന് UDF മുന്നിട്ട് നിന്നത്. ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും 58 സീറ്റിലേക്ക് LDF മാറി. അപ്പോൾ ഒരു നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റിന്റെ അന്തരീക്ഷത്തിലേക്ക് ഇത്രയും തിരിച്ചടി നഗരമേഖലകളിൽ ഉണ്ടായിട്ട്, കേരളത്തിലെ എല്ലാ നഗരമേഖലകളിലും തിരിച്ചടി വന്നു. തിരുവനന്തപുരത്ത്, കൊല്ലത്ത്, കോഴിക്കോട്, നമുക്ക് സാധാരണഗതിയിൽ തിരിച്ചടി ഏക്കാത്ത സ്ഥലങ്ങളിലും വന്നു, കൊച്ചി കൂടാതെ, തൃശ്ശൂർ കൂടാതെ. ഇതൊക്കെ വന്നിട്ടും ഞങ്ങൾക്ക് കേരളത്തിലാകെ ഈ മാറ്റമുണ്ട്. ഇത്തവണുള്ളൊരു പ്രത്യേകത MLA മാരുടെ ഒരു പ്രവർത്തനം കൂടിയുണ്ട്. MLA മാരിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും 99 പേരും നമ്മുടെയാണ്. അവരിൽ തന്നെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ നല്ല പ്രവർത്തനം നടത്തിയവരാണ്. അപ്പോൾ അതിനെ കവർ ചെയ്യാൻ വേണ്ടി MLA മാരുടെ തലത്തിൽ നിന്നും സർക്കാരിൻ്റെ തലത്തിൽ നിന്നും പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾ കഴിയുന്നത്ര അതിലിടപെടുന്നുണ്ട് എന്നുള്ളതാണ് ശരി. തീർച്ചയായും ഈ തുടർ ഭരണം വലിയ രീതിയിലൊരു അപകടമാകും ഇനിയെങ്കിലും CPM-നെ മാറ്റിയില്ലെങ്കിൽ എന്ന രീതിയിൽ വലത് ഹാൻഡിലുകൾ വലിയ രീതിയിൽ പ്രചാരണം നടത്തുന്നുണ്ട്. ഇപ്പം ഇന്ന് രാവിലെ വന്ന ഒരു ആറ്റുകാൽ പൊങ്കാലയിൽ തിരുവനന്തപുരം നഗരം മലിനജലത്തിൽ പൊട്ടി ഒലിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നത്. അപ്പോൾ ഒരുപക്ഷെ അവിടുത്തെ ജനങ്ങൾ തുടർ ഭരണത്തെ ആഗ്രഹിച്ചു പോയിരുന്നിരിക്കാം. നിലവിലെ കോൺഗ്രസിന്റെ ഭരണത്തെ ഈ കൊച്ചി കോർപ്പറേഷനിൽ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? പുത്തനച്ചി പുറം തുറയ്ക്കുന്നു പറഞ്ഞാൽ ആ ഒരു മൈലേജ് ഉണ്ടോ? കയറിയത് കൊണ്ടെങ്കിലും അവർ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. അല്ല, ഞാൻ ഒരിക്കലും ഒരു മേയറുടെ പരിമിതികളുണ്ട്. അതായത് ആ പോസ്റ്റിന്റെ പ്രത്യേകതകളുണ്ട്. നമ്മൾ ഇറങ്ങി വന്നിട്ട് പിന്നെ കുറ്റം പറയുക എന്ന് പറയുന്ന ശൈലി പൊതുവേ ഇല്ല. എക്സെപ്ഷണലായി ചില മേയർമാരാണ് അതിൽ മാറ്റം വരുത്തി തരം താന്ന് സംസാരിച്ചിട്ടുള്ളത്. ഞാൻ അങ്ങനെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല.
ഞാനിപ്പോൾ ഒരു മേയറെയോ അല്ലെങ്കിൽ അവരുടെ ഭരണത്തെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. UDFന്റെ നയങ്ങൾ മിക്കവാറും ഒരു വലതുപക്ഷ നയങ്ങളാണ്. അതിൽ വ്യക്തികളല്ല പ്രശ്നം. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, ഞാൻ മേയറായ സന്ദർഭത്തിൽ എൻ്റെ ജാതിമത പരിഗണനയൊന്നും എവിടെയും ചർച്ച ചെയ്യപ്പെട്ടില്ല. UDFന്റെ മേയർഷിപ്പ് വന്നപ്പോൾ നമ്മളാരും ഉണ്ടാക്കിയ ചർച്ചയല്ല, അവർ തന്നെ ചർച്ച സൃഷ്ടിക്കപ്പെട്ടു. നമ്മൾ ഇപ്പോൾ മാലിന്യ സംസ്കരണത്തിൽ ബ്രഹ്മപുരത്തെ മാറ്റിമറിച്ചതിന് പിന്നിൽ നമ്മുടെ ഒരു വലിയ പങ്കാളിത്തമുണ്ട്. അത് നമ്മുടെ ഒരു ലെഫ്റ്റ് തോട്ടാണ്. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ, നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, പല ചാനലുകളും എടുത്തിട്ടുണ്ട്. ഞങ്ങളൊരു കുടുംബം എന്നുള്ളത് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ മാലിന്യം വീട്ടിൽ തന്നെ സംസ്കരിക്കുന്നവരാണ്. മേയറായതുകൊണ്ടല്ല, അതിന് മുമ്പേ തന്നെ ചെയ്യുന്നതാണ്. നമ്മൾ ബ്രഹ്മപുരത്തേക്ക് കൊണ്ടുപോകുന്ന വാഹനങ്ങളുടെ എണ്ണം കുറയണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നമ്മളതിലൊരു നല്ല ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഇതിനെ വലതുവശത്ത് നിന്ന് നോക്കിയാൽ വളരെ വ്യത്യസ്തമായ രീതിയിലും കാണാൻ കഴിയും. അപ്പം ഇത് ഒരു നമ്മൾ എങ്ങനെയാണ് ഈ സമൂഹത്തെ കാണുന്നത് എന്നതിൻ്റെ വ്യത്യസ്തമായ രണ്ട് വശങ്ങളാണ് ഈ ഇടതുപക്ഷവും വലതുപക്ഷവും. നിങ്ങൾ തുടർഭരണത്തിൽ ഇടതുപക്ഷത്തിന് ചെറിയ പോരായ്മകൾ ഉണ്ടെങ്കിൽ, ഞാൻ ഒരു പോരായ്മയില്ലാതെ ഒരാൾക്കും ലോകത്ത് പ്രവർത്തിക്കും, ഇപ്പം എനിക്കും എന്തെല്ലാം പോരായ്മകൾ ഉണ്ടായി കാണും. നിങ്ങൾ 10 കൊല്ലത്തിനിടയിൽ ഇടതുപക്ഷത്തിന് പോരായ്മ ഉണ്ടെന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഇടതുപക്ഷത്തെ തിരുത്തി വലതുപക്ഷത്തെ കൊടുക്കാൻ തീരുമാനിച്ചാൽ നിങ്ങൾ ഇടതുവശം വഴി പോകുന്ന ആള് പിന്നെ റോഡിൻ്റെ വശത്തേക്ക് മാറി സഞ്ചരിക്കുകയാണ്. അപ്പം നിങ്ങൾ ചിലപ്പോൾ വാഹനം ഓടിച്ച് മരിച്ചു പോകും. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളെന്താ പറയണം, നടക്കുമ്പോൾ ഇടതുവശം ചേർന്ന് നടക്കുക എന്ന് നമ്മൾ പറയും അല്ലേ. നമ്മൾ 2 വീലർ ഓടിക്കുമ്പോൾ ലെഫ്റ്റ് പിടിച്ചു പോവുക എന്ന് പറയും. അപ്പൊ അത് തിരിച്ച് റൈറ്റിലേക്ക് പോയാൽ എന്ത് സംഭവിക്കുന്നു, വാഹനം ഓടിക്കുന്നവർ അത് ഓടിച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഞാൻ പറയുന്നത് പല കാര്യങ്ങളിലും തുടർച്ച പ്രധാനമാണ്. ഈ തുടർച്ചയാണ് വിദ്യാഭ്യാസ മേഖലയ്ക്ക് വന്ന മാറ്റം, സ്കൂളുകൾക്ക്, സർക്കാർ സ്കൂളുകൾക്ക് വന്ന മാറ്റം, സർക്കാർ ആശുപത്രിക്ക് വന്ന മാറ്റം, എറണാകുളം ജനറൽ ആശുപത്രി ഉൾപ്പെടെ നമ്മുടെ പല പ്രധാനപ്പെട്ട അടിസ്ഥാന സൗകര്യ, ദേശീയപാതയ്ക്ക് വന്ന മാറ്റം അല്ലേ, തീർച്ചയായും നമ്മുടെ റെയിൽവേ ലൈന് വന്ന മാറ്റം, നമ്മുടെ വൈദ്യുതി മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റം. നിങ്ങളിത് തിരിച്ചു ഇത് ഒരു പോരായ്മയാണെന്ന് കണ്ടിട്ട് നിങ്ങൾ വലതുപക്ഷത്തേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചാൽ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല ഈ വണ്ടി പോണത്. മനസ്സിലായില്ലേ? അപ്പൊ അത് മനസ്സിലാക്കാതെ നമ്മൾ വളരെ സൂപ്പർഫിഷ്യലായിട്ട് ഇതിനെയൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ ഇവർ മാറിയിട്ട് മറ്റൊരു ഭരണം വന്നാൽ തീർച്ചയായിട്ടും ഈ നയങ്ങളായിരിക്കില്ല ഉണ്ടാവുന്നത്, പ്രയോറിറ്റീസ് മാറും. ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന പൊതുജനാരോഗ്യം, പൊതുവിദ്യാഭ്യാസം, പെൻഷൻ, പിന്നെ കേരളത്തിന്റെ സാമ്പത്തിക നില, മതനിരപേക്ഷത, വർഗീയ കലാപങ്ങൾ ഇല്ലാതിരിക്കുക, ഈ നയങ്ങൾക്ക് പകരം വളരെ വ്യത്യസ്തമായ വേറൊരു നയം വരും. അതാണല്ലോ ലെഫ്റ്റും റൈറ്റും. തീർച്ചയായും വളരെ സന്തോഷം സാർ. താങ്ക് യു.